ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിൽ സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രഭാതത്തിൽ ദൈവത്തിന് അനന്തമായ കാരുണ്യവും സ്നേഹവും കൃപയും സൗഖ്യവും നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ ലോകത്തിലേക്ക് കണ്ണോടിക്കുമ്പോൾ ദൈവത്തിന് ഹിതമല്ലാതെ ജീവിക്കുന്നവർ തഴച്ചു വളരുന്നത് നമ്മൾ കാണുന്നുണ്ട്. ദൈവാശ്രയബോധമില്ലാതെ തൻ്റെ കഴിവിൽ സമ്പത്തിൽ ഊറ്റം കൊണ്ട് ജീവിക്കുമ്പോൾ ഏറെ താമസിയാതെ അത് ഉണങ്ങിപ്പോകുന്നത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നമ്മൾ കാണുന്നുണ്ട് എന്ന കാര്യം ഒരിക്കലും മറക്കാതിരിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 7-ാം അധ്യായം 10-ാം തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്: പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കരുത്. പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നുമ്പോൾ ഓർക്കണം, ദൈവത്തിൽ നിന്ന് നാം അകന്നുകൊണ്ടിരിക്കുകയാണ്. പ്രതിബന്ധങ്ങളും പ്രതിസന്ധികളും തിന്മയുടെ കടന്നുകയറ്റുമല്ല നമ്മുടെ ജീവിതത്തിൽ നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് തിരുവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നരുത്, ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കുകയും വരുത്. പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം തിരുവചനവും ഇങ്ങനെ തന്നെ പറയുന്നുണ്ട്, നമ്മളെ സൂചിപ്പിക്കുന്നുണ്ട്. സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് സ്വന്തം താല്പര്യമനുസരിച്ച് ഈ ലോകത്തിൻ്റെ മോഹങ്ങൾക്കനുസരിച്ച് നീ ജീവിക്കരുത്. പ്രിയ സഹോദരങ്ങളെ, പ്രാർത്ഥനയിൽ മടുപ്പ് തോന്നാതിരിക്കുവാനും ദാനധർമ്മത്തിൽ വൈമുഖ്യം കാണിക്കാതിരിക്കുവാനും സ്വന്തം കഴിവിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു ജീവിക്കാതെ ഈ ലോകസുഖങ്ങളിൽ മുഴുകി ജീവിക്കാതെ ദൈവികതം എന്തെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തോട് ആലോചന ചോദിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് ശ്രദ്ധിക്കാം. കാല് വട്ടമൊടിഞ്ഞ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുന്ന റോസമ്മ എന്നൊരു സഹോദരിയെ ഇപ്പോൾ ഓർക്കുന്നു. ദൈവമേ, അവളെ സഹായിക്കുവാൻ ഉള്ള നാട്ടുകാരാണ് മുന്നിട്ട് നിൽക്കുന്നത്. അവളെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നാട്ടുകാരെയും, കുടുംബക്കാരെയും, അവരുടെ സുഹൃത്തു വലയങ്ങളെയും, ജീവിത പങ്കാളിയും, മക്കളെയും എല്ലാം ഓർത്ത് ദൈവത്തിന് നന്ദി പറയും. രോഗാവസ്ഥയിലായിരിക്കുന്ന ഭർത്താവിനെ ശുശ്രൂഷിക്കുവാൻ ഇവിടെ നല്ല നാട്ടുകാരാണ് അവരെ ശുശ്രൂഷിക്കുന്നത്. സ്ട്രോക്ക് വന്നിട്ട് അദ്ദേഹത്തിന് അറിയാതെ തന്നെ അദ്ദേഹം എഴുന്നേറ്റ് നടന്ന് റോഡിൽ കൂടെയൊക്കെ പോകും. അവരെ നോക്കുവാൻ ഇപ്പോൾ ആരുമില്ലാത്തൊരവസ്ഥയാണ്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന റോസമ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത്, കാലൊടിഞ്ഞ് അവളെ നോക്കുവാൻ ആളില്ലാതെ വിഷമിക്കുന്നൊരു സാഹചര്യം. അവളെയും അവളുടെ കുടുംബാംഗങ്ങളെയും പരിചരിക്കുകയും ശുശ്രൂഷിക്കുകയും സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമെന്ന് ദാസും പ്രാർത്ഥിക്കുന്നു. റോസമ്മയുടെ കാലിൻ്റെ ഓപ്പറേഷൻ വിജയകരമായി തീരുവാനും അവളുടെ ഉള്ളിലുള്ള ഭയത്തെ പൂർണ്ണമായും നീക്കിക്കളഞ്ഞ് ഈശോയെ നിന്റെ പരിശുദ്ധാത്മാവിനെ അവളിലേക്ക് അയച്ച് അവളെ ശക്തിപ്പെടുത്തി കർത്താവേ, ധൈര്യസമേതം പ്രത്യാശയോടെ ജീവിക്കാൻ തക്കവിധം അവളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കരമൊന്ന് ഉയർത്താം, ഹൃദയം ഉയർത്താം. റോസമ്മയെ പോലെ എല്ലാവരും ഉണ്ടായിട്ടും തക്ക സമയത്ത് ആരുമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ വേദനിക്കുന്ന അനേക വ്യക്തികളുണ്ട്. നാഥ, അവരിലേക്ക് ഒന്നൊന്ന് കടന്നു വരണമേ. അങ്ങ് തൊട്ടാൽ ഇവർ പൂർണ്ണമായ സൗഖ്യം പ്രാപിക്കും. അങ്ങ് കടന്നു വന്നാൽ അവർക്ക് വേണ്ടുന്ന സഹായങ്ങളെല്ലാം അവിടെ നിന്ന് ഉണ്ടാകും. ദൈവമേ, ആ മക്കളുടെ മേലെല്ലാം നീ കരുണ തോന്നി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓപ്പറേഷൻ വിജയകരമായി തീരുവാനും അതാ അവർ വളരെയേറെ ദൈവത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് വീണ്ടും ദേഷ്യത്തോടുകൂടി മുന്നേറുവാൻ തക്കവിധം മകളെ അനുഗ്രഹിക്കണമെന്ന് ദാസും പ്രാർത്ഥിക്കുന്നു. പിതാവും
പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ.